അതെ, ഇനി ഞാനായിട്ടൊന്നും തന്നില്ലെന്ന് വേണ്ട, ഇത് കാർത്തികയ്ക്ക്. ഓ അതെ, സ്വീറ്റ്സാ, എല്ലാവർക്കും കൊടുക്ക്. കൊടുക്ക്. ഹാപ്പി ഓണം. ഇരിക്കൂ സർ, ഇരിക്കൂ. ഡാഡി ഇന്നലെ ഇവിടെ ഓണം ആഘോഷിച്ചാലോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. പിന്നീട് ആലോചിച്ചപ്പോ അത് തെറ്റാണെന്ന് തോന്നി. ഇവരിവിടെ ഇപ്പൊ വന്ന ആളുകളല്ലേ, ആരെയും പരിചയമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ ഒന്ന് കൂട്ടുവരാൻ. ഓ പക്ഷേ ഞാൻ വന്നത് അതിനൊന്നുമല്ല. അന്ന് നാട്ടിൽ വന്നപ്പോ നന്ദിനിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ രുചി ഇന്നേ വരെ എന്റെ നാവിന്ന് പോയിട്ടില്ല. പിന്നെങ്ങനെ സദ്യയൊക്കെ ഓക്കെയല്ലേ മുത്തശ്ശി? അതൊക്കെ റെഡിയാ സാറേ, ഇനി കഴിക്കാനിരുന്ന മാത്രം മതി. അപ്പൊ അങ്ങനെ ഓണം സമ്പൂർണമായി. ഇനി വരാനുള്ളത് പത്മ മേഡം മാത്രമാണ്. അടുത്ത ഓണത്തിന് അമ്മയും കൂടെ ഇവിടെ കൊണ്ടുവരും. ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് പ്ലാൻ. അതെ, ഈ ഓണം പുറത്താണ്. ഇല്ല ശരി, ഓക്കെ ഓക്കെ. സൂര്യ, എന്താ ഇത്? എന്താ? വിജയ് കമ്പനിയുടെ പൊസിഷനിൽ നിന്ന് പുറത്താക്കിയോ? യെസ്, എനിക്കതിനുള്ള അധികാരം ഉണ്ടല്ലോ. അളിയ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കമ്പനിയെ ദ്രോഹിച്ചു, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു, കമ്പനിയുടെ അന്തസ്സ് കെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു, കമ്പനിയിലെ രഹസ്യങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്തു. ഇത്രയും കുഴപ്പങ്ങൾ ധാരാളം അല്ലേ അളിയ? പിന്നെ പിരിച്ചുവിട്ടെന്ന് മാത്രമല്ല, അളിയന്റെ പേരില് ഒരു പോലീസ് കേസ് കൂടെ രജിസ്റ്റർ ചെയ്യാൻ പോവാ. കമ്പനിയുടെ ഇത്രയും കാലത്തെ കണക്കുകൾ പ്രോജക്ട് മാനേജർ എന്ന നിലയിൽ അളിയൻ കണ്ടെത്തിയ മുഴുവൻ വെട്ടിപ്പുകളും തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. അയ്യോ, അതെ, കുറ്റവാളികൾക്ക് ഉപദേശം മാത്രം പോരാ, ശിക്ഷ കൂടി വേണ്ടേ? അതിന് നിനക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, മമ്മിയോട് സമ്മതിക്കണ്ടേ? എന്തിന്? എന്റെ കമ്പനിക്ക് ഒരാൾ തുരങ്കം വെക്കുമ്പോ അതിനെതിരെയുള്ള പോലീസ് കേസ് എടുക്കാൻ എനിക്ക് മമ്മിയുടെ ആവശ്യമൊന്നുമില്ല. സോ ദിസ് ഈസ് മൈ ഡിസിഷൻ. അളിയൻ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇദ്ദേഹത്തെ കാണാൻ ചേച്ചി പോകുന്നത് ജയിലിലേക്കായിരിക്കും. അളിയ പ്ലീസ്, അളിയൻ ഇങ്ങനെ വാശി കാണിക്കല്ലേ. ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നീ ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. എടാ, നീ എന്റെ ആങ്ങളല്ലേ, ഈ ചേച്ചി പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ഒട്ടും നേരമില്ല. പിന്നെ ഓണത്തിന്റെ ദിവസം ഞാൻ ഫുൾ ടൈം നന്ദിനിയുടെ വീട്ടിലായിരിക്കും. ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. കാരണം ഓണത്തിന്റെ പിറ്റേ ദിവസം ഞാനേ ഈ പറഞ്ഞ കേസ് ചാർജ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ ആക്ഷേപിച്ചതുപോലെ ഭിക്ഷക്കാരേക്കാൾ താഴ്ന്ന ആൾക്കാരാ. അങ്ങോട്ട് വരാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പറട്ടെ ചേച്ചി, പറട്ടെ അളിയാ. അയ്യോ,
ചെയ്ത സാർ ചെയ്തത്? ഇതൊക്കെ അറിയുമ്പോ പത്മ മാഡം വെറുതെ ഇരിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? അവർക്ക് ഈ വീട്ടിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ പകരം അനുഭവിക്കേണ്ട ഞാനല്ലേ? ഇക്കാര്യത്തിൽ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്തിരിക്കുന്ന ഞാനാ. ഈ വന്നിരിക്കുന്നവരില്ലേ, അവരെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അവര് കൃത്യമായിട്ട് അമ്മോട് ഇന്ന് പറയും എന്ത് കാരണം കൊണ്ടാ ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്ന്. അപ്പോ പത്മാമ്മയുടെ ദേഷ്യപ്പെടുന്ന ആരോടായിരിക്കും? എന്നോട്. അനുഭവിക്കാനുള്ളതേ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പെണ്ണേ. സാറിനെല്ലാം തമാശയാ. പിന്നെ സീരിയസ് ആയിട്ട് എടുത്താ ഇത്ര മനോഹരമായ ഒരു ഓണം നമ്മുടെ വീട്ടിലുണ്ടാവൂ? ഇപ്പൊ തന്നെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയേ, മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയേ, കാർത്തൂന്റെയും പ്രിയങ്കയുടെയും മുഖത്തേക്ക് നോക്കിയേ. എന്തൊരു സന്തോഷത്തിലാ അവരൊക്കെ. കുറെ പണം ചെലവാക്കിയാലോ നമ്മൾ മാത്രം വന്ന് നിന്നാലോ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതില്ല. അപ്പോ നമ്മള് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഈ പരസ്യക്കാര് പറയുന്ന പോലെ നമ്മുടെ ഓണം കളറായി. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. മോള് ചെന്ന് നാത്തൂന്മാർക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യും. എന്താ? ഏയ്, സ്നേഹിക്കാൻ തീരുമാനിച്ച സാർ വല്ലാത്തൊരു കുഴപ്പക്കാരനാ. ആണോ? ഞാൻ അത്ര കുഴപ്പക്കാരനാണോ? ആയിക്കോട്ടെ. ഹലോ. ഹലോ, എന്തൊക്കെയാണ് തറവാട്ടിലെ ഓണവിശേഷങ്ങൾ? പോയില്ല അല്ലേ? പോയില്ല. ചേച്ചിയും ഭർത്താവും വേദയൊക്കെ നല്ല ഓണാഘോഷത്തിന്റെ മൂടില്ല. അവരെന്നോട് പറഞ്ഞിട്ടാ പോയത്. ഏയ്, പറഞ്ഞിട്ട് പോവാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്നോട് പറഞ്ഞ അനുവാദം ചോദിച്ചിട്ട് തന്നെയാ പോയിരിക്കുന്നത്. ആണോ? നന്ദിനിയുടെ വീട്ടുകാരോടൊപ്പം ഓണം കൂടാൻ പോവാണെന്ന് അവര് പറഞ്ഞായിരുന്നോ? അവരൊക്കെ ഇവിടെ നന്ദിനിയുടെ വീട്ടിലുണ്ട്. കള്ളം. അവരൊന്നും ഒരിക്കലും അങ്ങോട്ട് വരില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരുടെ അടുത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യാം. അല്ലെങ്കിൽ മേഡം ഇങ്ങോട്ട് വന്ന് നോക്കണം. മക്കളും മരുമക്കളും ഒക്കെ നല്ല ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുന്നത് കാണാം. പിന്നെ ഞാനിപ്പോ വിളിച്ചത് എല്ലാവരും ഇവിടെ ആയപ്പോ. അപ്പൊ തനിച്ചായില്ല അവിടെ. വല്ല വേണമെങ്കിൽ അഹങ്കാരമൊക്കെ അഴിച്ചു വെച്ച് ഇങ്ങോട്ട് വരാമെങ്കിൽ ഒരു പിടി ചോറ് ഇവിടുന്ന് തിന്നാം. അതിനാ ഞാൻ വിളിച്ചത്.